ഹലോ മഞ്ഞുമണികളെ, വെൽക്കം ബാക്ക് ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ക്ഷമയോടെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ കൂട്ടാക്കിയിട്ട് ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസും ഷോർട്സും ലൈവും ഒക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. അതനുസരിച്ച് വേണം നമുക്ക് അടുത്ത വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നിശാന്ത് ഏട്ടൻ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒരു ലീവൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ നമ്മളെ കാണാൻ അതിയായ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൽ തിരക്കിനിടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു പ്ലേസ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യാൻ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏട്ടനുള്ള പ്ലേസിൽ തന്നെ പോയി കൂടാന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെ വാമ്പിയും അനീഷേട്ടനും ഒക്കെ കൂടി ആലോചിച്ച് നമ്മൾ കണ്ണൂരെ സ്നേഹമുള്ള മനസ്സുകളെ തേടി അങ്ങോട്ടേക്ക് യാത്രയായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സ്നേഹം അവിടുന്ന് കിട്ടിയെന്ന് വേണം പറയാൻ കേട്ടോ, സത്യം. അപ്പോൾ മുത്തുമണികളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ണൂർ ചെന്ന വെരി നെക്സ്റ്റ് ഡേയിലെ കാഴ്ചകളാണ് കേട്ടോ. തലേന്ന് രാത്രി യാത്ര ചെയ്ത് ക്ഷീണിച്ച് നമ്മൾ അവിടെ എത്തിയപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ നിശാന്തേട്ടൻ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. ഏട്ടനും ഫ്രണ്ട്സും കൂടെ വന്നിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റേ ഒക്കെ എടുത്ത് തന്നു. അപ്പോൾ അന്ന് നൈറ്റ് നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ആ ടൈമിലാണ് നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. വാബി ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേ ആണ്. അപ്പോൾ നിശാന്തേട്ടനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് അന്ന് ലൈവ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരെയൊക്കെ കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിനടുത്ത ദിവസം നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട്. കാരണം നമുക്ക് കണ്ണൂർ പരിചയമില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസമാണ് നമ്മൾ പുതുതായിട്ട് വേറെയും കുറേ ആളുകളെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ നിങ്ങൾ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സീ വ്യൂ പാർക്ക് എന്നാണ് ആ ഒരു പാർക്കിൻ്റെ പേര്. ബീച്ച് സൈഡിലുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അവിടെ തന്നെയായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ആ റെസ്റ്റോറൻറ്റ് പേര് എന്താ, തെലിശ്ശേരി റെസ്റ്റോറൻറ്റ് അല്ലേ, അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് അവിടുന്ന് തലശ്ശേരി ബിരിയാണി ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ നിശാന്തേട്ടനൊക്കെ പറഞ്ഞത് ശരിക്കുള്ള തലശ്ശേരി ബിരിയാണി അങ്ങനെ തന്നെ എല്ലാ ഹോട്ടൽസിൽ കയറി കഴിക്കണം, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ തെറ്റ് തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടെ കണ്ണൂർ തലശ്ശേരിയുള്ള അവർക്കല്ലേ അറിയുള്ളൂ ശരിക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും വേറൊരു ബിരിയാണി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഈ സീ വ്യൂ പാർക്കിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ബീച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ നിശാന്തേട്ട് പറഞ്ഞത് മുമ്പൊക്കെ എന്ന് വെച്ചാൽ താഴെ ബീച്ചിൻ്റെ അടുത്തേക്ക് വരെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ പോകാൻ സാധിക്കില്ല. കാരണം എന്തൊക്കെയോ അപകടങ്ങൾ അവിടെ സംഭവിച്ചത് കൊണ്ട് നമ്മുടെ ആളുകളുടെ സേഫ്റ്റിയെ കരുതി അങ്ങോട്ടേക്ക് ഒരുപാട് താഴേക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞേ. പക്ഷേ എന്നാലും താഴേക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഏരിയ ഉണ്ട്, അതിൽ നടന്ന് പോയി കാണാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ വാമ്പിയും മിന്നിക്കുട്ടിയും കൂടെ ആ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമായിരുന്നു. ഈ പാർക്കിനുള്ളിൽ ഒരുപാട് കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് റൈഡ്സ് ഉണ്ടോ ചോദിച്ചാൽ അതിന് മാത്രം റൈഡ്സ് ഒന്നും ഇല്ല കേട്ടോ. അവരെ ചെറുതായിട്ട് എന്താ പറയുക, ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ ഊഞ്ഞാൽസ്, അങ്ങനത്തെ 1-2 റൈഡ്സും കാര്യങ്ങളൊക്കെയാണ്. മിന്നിക്കുട്ടിക്ക് പിന്നെ ആസ് ഓൾവേസ് എപ്പോഴും ഊഞ്ഞാൽ വളരെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് വാമ്പി ഊഞ്ഞാലാടാം, ഊഞ്ഞാലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാമ്പിയാണെങ്കിൽ ഒന്ന് ഊഞ്ഞാലെ കയറ്റി 2 മിനിറ്റ് കൊണ്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടപ്പിറപ്പുകളാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. അവർ നമ്മുടെ കുട്ടികളെയൊക്കെ ടേക്ക് കെയർ ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമുക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ മക്കളുണ്ടെങ്കിൽ ഇളയത്തിങ്ങളുള്ളപ്പോൾ അവർ ടേക്ക് കെയർ ചെയ്തോളും. അതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പാവം വാമ്പി അവൻ വന്നു കഴിഞ്ഞാൽ മിന്നിക്കുട്ടിക്ക് നമ്മളെ വേണ്ട കേട്ടോ. വാമ്പി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. സോ ഇതാണ് അവിടുത്തെ ബീച്ച് വ്യൂ കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ആ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതേ ഉള്ളൂ. അന്വേഷിച്ചിട്ടും താഴേക്ക് ഇറങ്ങിപ്പോയി കുറച്ചുകൂടെ വീഡിയോസും വിഷ്വൽസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം വെയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ പതിയെ പിന്നെ അവിടുന്ന് പോകുന്നു. നമുക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കളയാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി മറ്റുള്ള കാഴ്ചകൾ കാണാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ അവിടുന്ന് പോരുമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ സീ വ്യൂ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അടുത്തതായിട്ട് നമുക്ക് മനോഹരമായ മറ്റൊരു കാഴ്ച കാണാമെന്ന് പറഞ്ഞ് നിശാന്തേട്ടൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാനും വാമ്പിയും മിന്നിക്കുട്ടിയും കൂടെ മുമ്പിൽ നടക്കുമായിരുന്നു. അനീഷേട്ടൻ വീഡിയോസ് എടുത്തുകൊണ്ട് നിശാന്തേട്ടനൊപ്പം സംസാരിച്ച് നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു കോട്ടയാണ് സുഹൃത്തുക്കളെ. അപ്പം ആ കോട്ട തലശ്ശേരിയുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുന്നൊരു കോട്ടയാണ്. കണ്ടോ,
തലശ്ശേരി ഫോർട്ട്. അപ്പം ഈ ഒരു പേര് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു നഗ്ന സത്യം ഞാൻ നിങ്ങളോട് പറയാം. തലശ്ശേരിക്ക് എങ്ങനെ തെലിശ്ശേരി എന്നും സ്പെല്ലിംഗ് അങ്ങനെ എഴുതാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂർക്കാർ എനിക്ക് തിരുത്തി തരണം, മറന്നു പോകരുത്. കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു കാര്യം ഓർമ്മിച്ചത്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോഴും അവിടെയും ഇങ്ങനെയാണ് സ്പെല്ലിംഗ് കണ്ടത്. അപ്പം ഞാൻ തെലിശ്ശേരി റെസ്റ്റോറൻറ്റ് എന്നാണ് ആ പേര് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു തലശ്ശേരി എന്നുള്ളതിൻ്റെ തന്നെ ഒരു സ്പെല്ലിംഗ് അവർ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ നിശാന്തേടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂരുള്ള മറ്റുള്ള പ്രിയപ്പെട്ടവരായിക്കോട്ടെ നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കറക്റ്റ് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് തലശ്ശേരി ഫോർട്ടിൻ്റെ ഉള്ളിലാണ്, തലശ്ശേരി കോട്ടയ്ക്കുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഈ തലശ്ശേരി കോട്ടയുടെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ അറബിക്കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് തലശ്ശേരി കോട്ട. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിനായി 1708 സ്ഥാപിച്ചതാണ് ഈ കോട്ട. ചതുരാകൃതിയിൽ പണിത കോട്ടയ്ക്ക് 2 കൊത്തളങ്ങളും അതിമനോഹരമായ കവാടവുമുണ്ട്. തുടക്കത്തിൽ ഒരു കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ച കോട്ട പിന്നീട് സൈനിക കേന്ദ്രമായും കാരാഗ്രഹമായും മാറുകയുണ്ടായെന്ന് കോട്ടകളെക്കുറിച്ച് പഠനം നടത്തിയ CPF വെങ്ങാട് കേരളത്തിലെ കോട്ടകൾ എന്ന് തന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1781 ഈ കോട്ട പിടിച്ചടക്കുവാനായി മൈസൂരിലെ രാജാവായ ഹൈദരാലി വിഫലമായ ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു, അതായത് മലബാർ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു അത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയും മകനുമായ ടിപ്പു സുൽത്താൻ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന്റെ അവസാനത്തിൽ മലബാർ ജില്ല ബ്രിട്ടീഷുകാർക്ക് അടിയറ വെക്കേണ്ടതായി വന്നു. തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യാപാരികളായി വന്ന ഇംഗ്ലീഷുകാർ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ നാട്ടിലെ ഭരണാധികാരികളായി തീർന്ന ചരിത്രത്തിന്റെ പ്രതീകമാണ് ഈ കോട്ട. തലശ്ശേരിയിൽ ആദ്യമായി ഒരു മൺകോട്ട കെട്ടിയ ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷുകാരുടെ വരവോടെ സ്ഥലം വിട്ടൊഴിഞ്ഞു പോവേണ്ടി വന്നു. ഇംഗ്ലീഷുകാർ തിരുവിതാംകൂറിൽ അഞ്ചുതെങ്ങും മലബാറിൽ തലശ്ശേരിയും കേന്ദ്രമാക്കിക്കൊണ്ട് കച്ചവടം തുടങ്ങുകയും പടിപടിയായി അഭിവൃദ്ധിപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതേ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് ശക്തമായതും കാര്യക്ഷമവുമായ തീയർ പട്ടാളം പോലും ഇവിടെ കമ്പനിയുടെ കീഴിലുണ്ടായിരുന്നു. മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1683 തുടങ്ങി വെച്ചത് ഒരു പാണ്ഡികശാലയായിരുന്നു. പാണ്ഡികശാല എന്ന് വെച്ചാൽ കച്ചവട ആവശ്യത്തിനായി കെട്ടിയുണ്ടാക്കുന്ന ഷെഡ്. ഈ പണ്ഡികശാലയുടെയും കച്ചവടത്തിന്റെയും സുരക്ഷിതത്വത്തിനായി സ്ഥലത്തൊരു കോട്ട കൂടി വേണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അതിനൊരു കാരണവും ഉണ്ടായി. കോട്ട നിൽക്കുന്ന സ്ഥലത്തിന് തക്കതായ പ്രതിഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സ്ഥലമുടമസ്ഥനും നാടുവാഴിയുമായിരുന്ന കുറങ്ങോട്ട് നായരും കുറെ പടയാളികളുമായി വന്ന് 1704 പാണ്ഡികശാല കയ്യേറി. അന്ന് നാട്ടിലെ പരമാധികാരിയായിരുന്ന ചിറക്കൽ രാജാവിന്റെ മുൻപിൽ കമ്പനി സങ്കടമുണർത്തുകയും മേലിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് തടയിടാൻ ഒരു കോട്ട നിർമ്മിക്കാൻ അനുവാദം വാങ്ങുകയും ഉണ്ടായി. തമ്പുരാൻ അനുവാദം കൊടുക്കുകയും കോട്ടയുടെ പണി തുടങ്ങുന്നതിന് മുൻപായി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കൊടുക്കുകയും ഉണ്ടായി. പൊന്നത്ത് പൊതുവാളിന്റെ അടുത്ത് നിന്ന് ഒരു വീട്ടുപറമ്പും വല്ലുറ തങ്ങളുടെ പക്കൽ നിന്ന് തിരുവല്ലപ്പൻ കുന്നും വിലയ്ക്ക് വാങ്ങിയിട്ടാണ് കോട്ടയുടെ പണി ആരംഭിച്ചത്. ചതുരാകൃതിയിലുള്ള ഭീമാകാരമായ ഈ കോട്ടയ്ക്ക് വലിയ മതിലുകളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളും വിദഗ്ധമായി ചിത്രപ്പണി ചെയ്ത വാതിലുകളുമുണ്ട്. ഒരു കാലത്തെ തലശ്ശേരിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു. ഇനി ഇതൊരു ചരിത്ര സ്മാരകമാണ്. ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത്. തുടക്കത്തിൽ 2 ക്യാപ്റ്റന്മാരും 422 പട്ടാളക്കാരും ഇവിടെ നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കാരണമില്ലാതെ കലഹിച്ചിരുന്ന നാടുവാഴികളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് സമർത്ഥമായി ഇംഗ്ലീഷുകാർ ഈ കോട്ട കേന്ദ്രമാക്കി ശക്തി ആർജിച്ചു. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു തലശ്ശേരി കോട്ടയെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വിക്കിപീഡിയ ശ്രദ്ധിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ള പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റും. ഞാൻ വിക്കിപീഡിയ നോക്കി പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ തിരുത്തി തരിക. എൻ്റെ അറിവില്ലായ്മയെ നിങ്ങൾ വേണം നികത്തി തരാൻ കേട്ടോ. അപ്പം കണ്ണൂരുള്ള എല്ലാ മുത്തുമണികളോടും പറയാനുള്ള കാര്യം, ഇത് കണ്ണൂർ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ശരിക്കും തലശ്ശേരിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം കണ്ണൂരേക്ക് പോയിട്ടുള്ള കൂടുതൽ കാഴ്ചകൾ, നമ്മളെ കാണാനെത്തിയ പ്രിയപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ ഉടൻ വരും. മറക്കാതെ കാണുക.